നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആൺകുട്ടിയൊന്നുമില്ല. പിന്നെ ആരാ നിങ്ങളുടെ വണ്ടിയിലുള്ളത്? ആൺകുട്ടിയാണോ? നിങ്ങൾ ആ വണ്ടി ഒന്ന് തുറന്നു കാണിച്ചേ. വണ്ടിക്കകത്ത് ആരാന്ന് ഞാനൊന്ന് കാണട്ടെ. തുറക്ക്. തുറക്കാൻ. തുറക്കാം മാം. ഓക്കെ ഓക്കെ തുറക്കാം. തുറക്ക്. എവിടെ? അയ്യോ അല്ല, ഇതിനകത്ത് എവിടെയാ പെണ്ണ്? മാഡം, പെണ്ണ് വണ്ടിയിലുണ്ടായിരുന്നു മാഡം. പെണ്ണിന് ചുമ ഞങ്ങള് കേട്ടതാ. അല്ലടാ കേട്ടതാ, ഞങ്ങള് കേട്ടു. ഇപ്പൊ മാമിന് മനസ്സിലായില്ലേ ഞങ്ങള് പറഞ്ഞ സത്യമാണെന്ന്? ഹ്യൂമറുടെ ശൈലി ഒന്ന് ഒഴിവാക്കി താ മാഡം. മാഡം, ഇതിൽ പെണ്ണുണ്ടായിരുന്നു മാഡം. എന്താടാ നിന്റെയൊക്കെ ഉദ്ദേശം? പെമ്പിള്ളാര് കൂടി നിൽക്കുന്നിടത്ത് ഇടിച്ചു കയറി ചെന്ന് നമ്പർ ഇറക്കുന്നോ? ഇഡിയറ്റ്സ്. മാഡം, സത്യമായിട്ട് ഇതിനകത്ത് പെണ്ണിന്റെ ചുമ കേട്ടതാ. അല്ലടാ. നീ അങ്ങനെ പലതും കേക്കും. നീ പെണ്ണിന്റെ ചുമ കേട്ടെങ്കിൽ പെണ്ണിനെ കാണിച്ചോടാ. ഇതിനകത്ത് അല്ല, നീയൊക്കെ അല്ലേ ആ മാളിന്റെ മുന്നിലെ ശല്യക്കാര്? അയ്യോ, അത് ഞങ്ങളല്ല, ഞങ്ങള് വേറെ സ്ഥലത്ത്. ഷട്ട് അപ്പ് ബ്ലഡി ഇഡിയറ്റ്സ്. പെമ്പിള്ളാരെ റോഡിൽ കണ്ടാ നിന്റെയൊക്കെ സൂക്കേടാൻ കളങ്ങും അല്ലേ? അതെ വേണം, ഭയങ്കര കൂടുതലാ. പ്രദേശത്ത് ഇവരാണ് സൂക്കേട് കൂടുതൽ. നിന്റെയൊക്കെ സൂക്കേട് ഞാൻ മാറ്റി തരാം. അയ്യോ മാഡം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് വെറുതെ ഞാൻ നിരപരാധിയാണേ, പ്ലീസ് ഒന്നും ചെയ്യില്ലേ. അയ്യോ മാഡം, എന്നെ വെറുതെ ഞാൻ നിരപരാധിയാണേ, പ്ലീസ്. ശല്യങ്ങൾ പോയി കിട്ടി. രക്ഷപ്പെട്ടു. അല്ല, ആരാ ഇവിടെ? പോയോ? ഇല്ല. നിങ്ങളെല്ലാരും ശരിക്കും പേടിച്ചല്ലേ? അവർക്കും എന്നെ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അല്ല, പോലീസ് സെർച്ച് ചെയ്തപ്പോ നീ എവിടെ ഒളിച്ചേ? ശരിക്കത് കാര്യം പറയടാ. നീ എങ്ങനെ ഇതിനെ തുളിച്ചിരുന്നേ? ഞാൻ പുറത്തിറങ്ങി, എന്നിട്ട് വണ്ടിയുടെ അടി കടന്നു, ശ്വാസം പോലും വിടാതെ. ഈ ഓട്ടോ കിറ്റ് വിടാം. അല്ല, അടുത്ത ബസ് വരുമ്പോ ബസ്സൊന്നുമില്ല. പിടിച്ചോണ്ട് അപ്പോ ബൈ ബൈ. അവനെ കേറ്റി വിട്ടപ്പോ ഒരു സമാധാനായി. ഇനി നമുക്ക് പോവാം. കേറ്. ആ സാധനത്തിനെ കയറ്റി അയച്ചതോടെ ശ്വാസം നേരെ വീണു. പിങ്ക് പോലീസ് പിടിച്ചോണ്ട് പോയവന്മാരുടെ അവസ്ഥ എന്തായി കാണുമെന്തോ. അല്ല, അവന്മാര് ആരവിനെ നമ്മുടെ വണ്ടിയിൽ കണ്ടു കാണുമോ? പോലീസിനോട് പറയൂ. നിലവിളിക്കുന്നതിനിടയിൽ പറയാൻ എവിടെ സമയം കിട്ടാനാ? അതിനെ പറ്റിയൊന്നും ഇനി ആരും സംസാരിക്കണ്ട. ഇറങ്ങ. ശരി പാ. നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോയത്? അമ്പലത്തിലേക്കാ പോയത്, പക്ഷെ നട അടച്ചു. ഈ സമയത്ത് നട അടക്കില്ലല്ലോ. അത് നടയടച്ചെന്ന് ഇവള് പറഞ്ഞതേ മാറിപ്പോയതാ. ഭഗവാന്റെ നിവേദ്യ സമയത്ത് നടയടയ്ക്കുമല്ലോ, അതാ ഉദ്ദേശിച്ചേ. നിങ്ങൾ അമ്പലത്തിൽ പോയതാണെങ്കിലേ അല്പം പ്രസാദം എനിക്ക് തരാമോ? പ്രസാദം നിങ്ങൾ എന്താ വാങ്ങാത്തെ? നീ വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചു. നിങ്ങൾ വാങ്ങുമെന്ന് കരുതി ഞങ്ങളും വാങ്ങിയില്ല. സോറി ചേച്ചി, പ്രസാദ് ഇവരാരും വാങ്ങിയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടേ നെറ്റിയിലൊരു കുറി പോലും കാണാനില്ലല്ലോ. നിങ്ങൾ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോയത് അമ്പലത്തിലേക്കല്ല അല്ലേ? ഞങ്ങൾ അമ്പലത്തിലേക്കാ പോയെന്ന് വണ്ടിയുടെ മുൻപിൽ എഴുതി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ.
ഞങ്ങള് ശബരിമലക്കല്ലല്ലോ പോയത്. ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് വരാറുണ്ടല്ലോ. ചേച്ചി വീട്ടിൽ തന്നെയാ പോയി വരുന്നേന്ന് എങ്ങനെ വിശ്വസിക്കും? അതെ, അതിനെന്താണ് തെളിവ്?